ഗുഡ് മോർണിംഗ് ഓൾ. തിയറി ഓഫ് എറേഴ്സ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. നെക്സ്റ്റ് ടോപ്പിക്ക് നോർമൽ ഇക്വേഷൻസ്. ഓക്കെ, അപ്പോൾ നോർമൽ ഇക്വേഷൻസ് എന്താണ് അല്ലെങ്കിൽ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. മോസ്റ്റ് പ്രോബബിൾ വാല്യൂ കണ്ടുപിടിക്കുന്നതിന് നോർമൽ ഇക്വേഷൻസ് യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പോൾ നോർമൽ ഇക്വേഷൻസ് എന്താണെന്നും അതെങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്നുമാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഓക്കെ, normal equation is the one which is formed by multiplying each equation by the coefficient of the unknowns whose normal equation is to be found and by adding the equation thus formed. അപ്പോൾ എന്താണ് നോർമൽ ഇക്വേഷൻ? നോർമൽ ഇക്വേഷൻ ഫോം ചെയ്യുന്നത് നമുക്കിപ്പോൾ ഒരു ഒബ്സർവേഷൻ ഇക്വേഷൻ കാണും അല്ലെ, നമുക്കൊരു ഇക്വേഷൻ കാണും അല്ലെ, നമുക്ക് കുറച്ച് ഇക്വേഷൻസ് ഉണ്ടായിരിക്കും. ആ ഇക്വേഷൻസ് നിന്നായിരിക്കും നമുക്ക് ഒരു ഒരു മോസ്റ്റ് പ്രോബബിൾ വാല്യൂ, ഏതെങ്കിലും ഒരു അൺനോണിന്റെ മോസ്റ്റ് പ്രോബബിൾ വാല്യൂ കണ്ടുപിടിക്കാൻ. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് തരുന്നത് കുറച്ച് ഒബ്സർവേഷൻ ഇക്വേഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറച്ച് ഒബ്സർവേഷൻ ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു അൺനോണിന്റെ ബേസിൽ നോർമൽ ഇക്വേഷൻ ഉണ്ടാക്കുക എന്നായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ആ ഒരു അൺനോണിന്റെ കോഎഫിഷ്യന്റ്, ഓക്കെ, ആ അൺനോണിന്റെ കോഎഫിഷ്യന്റ് കൊണ്ട് ആ എല്ലാ ഇക്വേഷൻസിനെയും മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, ഓരോ ഇക്വേഷൻസിനെയും ആ കോഎഫിഷ്യന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, എന്നിട്ട് ആ ഇക്വേഷൻസ് എല്ലാം ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ കിട്ടുന്നതായിരിക്കും ആ അൺനോണിന്റെ നോർമൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഏത് അൺനോണിന്റെ നോർമൽ ഇക്വേഷൻ ആണോ കണ്ടുപിടിക്കേണ്ടത്, ആ അൺനോണിന്റെ കോഎഫിഷ്യന്റ് കൊണ്ട് ഓരോ ഇക്വേഷൻസിനെയും മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പോൾ ഓരോ ഇക്വേഷനിലും ആ അൺനോൺ ഉണ്ടായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഓരോ ഇക്വേഷനിലും ആ അൺനോണിന്റെ കോഎഫിഷ്യന്റും ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, അങ്ങനെ ഓരോ ഇക്വേഷനിലും അതത് കോഎഫിഷ്യന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇക്വേഷൻ കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ആ ഓരോ ഇക്വേഷൻസും ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും ആ അൺനോണിന്റെ നോർമൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ തന്നെ എന്തുമാത്രം അൺനോൺസ് ഉണ്ടോ അത്രയും തന്നെ നോർമൽ ഇക്വേഷൻസ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് നോർമൽ ഇക്വേഷൻസ് ഫോം ചെയ്തിട്ട് അവിടെ നിന്ന് നമുക്ക് മോസ്റ്റ് പ്രോബബിൾ വാല്യൂ ഓഫ് ദാറ്റ് അൺനോൺ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഏത് അൺനോണിനെയാണോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ആ അൺനോണിന്റെ മോസ്റ്റ് പ്രോബബിൾ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നോർമൽ ഇക്വേഷൻസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും രണ്ട് റൂൾസ് പറയുന്നുണ്ട്. ഫസ്റ്റ് റൂൾ എന്ന് പറഞ്ഞാൽ ടു ഫോം എ നോർമൽ ഇക്വേഷൻ ഫോർ ഈച്ച് ഓഫ് ദ അൺനോൺ ക്വാണ്ടിറ്റീസ് മൾട്ടിപ്ലൈ ഈച്ച് ഒബ്സർവേഷൻ ഇക്വേഷൻ by the algebraic coefficient of that unknown quantity in that equation. Okay, and add the results. Okay, അതിപ്പോൾ നമ്മൾ പറഞ്ഞ അതേ കേസാണ്. അതായത് ഏതെങ്കിലും ഒരു അൺനോൺ ക്വാണ്ടിറ്റി നമ്മൾ കൺസിഡർ ചെയ്തേക്കാണ്, ആ അൺനോൺ ക്വാണ്ടിറ്റിയുടെ നോർമൽ ഇക്വേഷൻ ആണ് നമുക്ക് ഫോം ചെയ്യാനുണ്ടെങ്കിൽ ഓരോ ഇക്വേഷനിലും ആ അൺനോൺ ക്വാണ്ടിറ്റീസ് ആ അൺനോൺ ഉണ്ടായിരിക്കും അല്ലെ, അതിന്റെ കോഎഫിഷ്യന്റ് ഉണ്ട്, ആൽജിബ്രായിക് കോഎഫിഷ്യന്റ് കൊണ്ട് ആ ഇക്വേഷൻസിനെ മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ആഡ് ചെയ്യുക. ഓക്കെ, ഇതാണ് ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ റൂളിൽ വെയിറ്റിനെ കുറിച്ചൊന്നും പറയുന്നില്ല അല്ലെ. അപ്പൊ ഇതെന്തായിരിക്കും, എല്ലാം യൂണിറ്റ് വെയിറ്റ് ഉള്ള ഇക്വേഷൻസ് ആയിരിക്കും, ഒബ്സർവേഷൻ ഇക്വേഷൻസ് ആയിരിക്കും. രണ്ടാമത് പറയുന്നത് എന്താണ്, വെയിറ്റ് അല്ലെ, ഓരോ ഒബ്സർവേഷൻ ഇക്വേഷൻസിനും അൺഈക്വൽ വെയിറ്റ്സ് ആയിരിക്കും, ഡിഫറെന്റ് വെയിറ്റ്സ് ആയിരിക്കും വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള കേസസിൽ എന്താണ് ചെയ്യുന്നത്? ഓക്കെ, ഇപ്പോൾ രണ്ടാമത്തെ കേസാണ് കൂടുതലും ചോദിക്കുന്നത്, വെയിറ്റ് വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതൽ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ആ കേസിൽ എങ്ങനെയായിരിക്കും നോർമൽ ഇക്വേഷൻ ഫോം ചെയ്യുന്നത്? To form the normal equation for each of the unknown quantities, okay, multiply each observation equation by the product of the algebraic coefficient of that unknown quantity in that equation and the weight of that observation. Okay, and add the results. Okay, ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് നമ്മൾ കൺസിഡർ ചെയ്ത അൺനോണിന്റെ ആൽജിബ്രായിക് കോഎഫിഷ്യന്റും വെയിറ്റും, ആ ഇക്വേഷന്റെ വെയിറ്റ്, അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ആ ഒരു പ്രോഡക്റ്റ് ആണ് നമ്മൾ ഓരോ ഇക്വേഷനിലും മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് കേസിൽ ആൽജിബ്രായിക് കോഎഫിഷ്യന്റ് കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഈ കേസിൽ വരെ രണ്ടാമത്തെ കേസിൽ ആൽജിബ്രായിക് കോഎഫിഷ്യന്റിന്റെയും വെയിറ്റിന്റെയും പ്രോഡക്റ്റ്, ഓക്കെ, രണ്ടിന്റെയും പ്രോഡക്റ്റ് കൊണ്ടാണ് ഓരോ ഇക്വേഷനെയും മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇക്വേഷൻസ് ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ആ അൺനോണിന്റെ, ഏത് അൺനോൺ ആണ് കൺസിഡർ ചെയ്യുന്ന ആ അൺനോണിന്റെ നോർമൽ ഇക്വേഷൻ എന്ന് പറയുന്നത്.
ഓക്കെ, ഇതാണ് നോർമൽ ഇക്വേഷനിൽ വരുന്ന രണ്ട് റൂൾ. അപ്പോൾ നമ്മളിനി നോക്കുന്നത് നോർമൽ ഇക്വേഷൻ്റെ ഒരു പ്രോബ്ലമാണ്. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഫോം ദ നോർമൽ ഇക്വേഷൻസ് ഫോർ എക്സ്, വൈ ആൻഡ് ഇസഡ് ഇൻ ദ ഫോളോയിങ് ഇക്വേഷൻസ് ഓഫ് ഈക്വൽ വെയിറ്റ്. ഓക്കെ, അപ്പോൾ 3 ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. 1, 2, 3 എന്ന് പറയുന്ന 3 ഇക്വേഷൻസ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഒബ്സർവേഷൻ ഇക്വേഷൻസ് ആണ്. ഓക്കെ, നമുക്ക് ആദ്യം കിട്ടുന്ന ഇക്വേഷൻസ് ആണ്, ഒബ്സർവേഷൻ ഇക്വേഷൻസ് ആണ്. ഈ ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ ഈക്വൽ വെയിറ്റ് ആണ്. 3 ഇക്വേഷൻസും ഈക്വൽ വെയിറ്റ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? നോർമൽ ഇക്വേഷൻസ് ഓഫ് എക്സ് കണ്ടുപിടിക്കുക, നോർമൽ ഇക്വേഷൻസ് ഫോർ വൈ കണ്ടുപിടിക്കുക, നോർമൽ ഇക്വേഷൻസ് ഫോർ ഇസഡ് കണ്ടുപിടിക്കുക. ഓക്കെ, അതാണ് എ എന്ന് പറഞ്ഞാൽ എ പാർട്ട് വരുന്നത്. ബി പാർട്ട്, ഇഫ് ദ വെയിറ്റ്സ് ഓഫ് ദ എബോവ് ഇക്വേഷൻസ് ആർ 2, 3 and 1 respectively, form the normal equations for x, y and z. ഓക്കെ, രണ്ടാമത്തെ കേസിൽ വെയിറ്റ് പറയുന്നുണ്ട്. ഓക്കെ, ഈ 3 ഇക്വേഷൻസിന്റെയും വെയിറ്റ് തരുന്നുണ്ട്. ഒന്നാമത്തെ ഇക്വേഷന്റെ വെയിറ്റ് 2, രണ്ടാമത്തെ ഇക്വേഷന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 3 ആണ്, ലാസ്റ്റ് ഇക്വേഷന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, അങ്ങനെ ഓരോ ഇക്വേഷനും ഡിഫറെന്റ് വെയിറ്റ് ആണ്, അൺഈക്വൽ വെയിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നോർമൽ ഇക്വേഷൻ ഓഫ് എക്സ്, വൈ, ഇസഡ് ഓരോന്നിന്റെയും നോർമൽ ഇക്വേഷൻസ് കണ്ടുപിടിക്കും. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എ പാർട്ട് ചെയ്യാം. അപ്പോൾ എ പാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് റൂൾ എന്താ പറയുന്നത്? ഏത് കോഎഫിഷ്യന്റിന്റെ അല്ലെ, ഏത് അൺനോണിന്റെ ആണോ നോർമൽ ഇക്വേഷൻ ഫോം ചെയ്യേണ്ടത്, ആ അൺനോണിന്റെ കോഎഫിഷ്യന്റ് കൊണ്ട് ആ ഇക്വേഷൻ കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ടെല്ലാം ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് കോഎഫിഷ്യന്റ് ഓഫ് എക്സ്, അതായത് എക്സ് എന്ന് പറയുന്ന അൺനോണിന്റെ നോർമൽ ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ 1ൽ എക്സിന്റെ കോഎഫിഷ്യന്റ് എത്രയാണ് നോക്കാം. ഇക്വേഷൻ 1ൽ എക്സിന്റെ കോഎഫിഷ്യന്റ് 3 ആണ്. ഇക്വേഷൻ 2ൽ എക്സിന്റെ കോഎഫിഷ്യന്റ് 1 ആണ്. ഇക്വേഷൻ 3ൽ എക്സിന്റെ കോഎഫിഷ്യന്റ് 5 ആണ്. അതായത് 3, 1, 5 എന്നാണ് കോഎഫിഷ്യൻസ് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഫസ്റ്റ് ഇക്വേഷൻ അല്ലെ, ഫസ്റ്റ് ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഇക്വേഷനെ ആ എക്സിന്റെ കോഎഫിഷ്യന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, കംപ്ലീറ്റ് ഇക്വേഷനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, രണ്ടാമത്തെ ഇക്വേഷനിൽ എക്സിന്റെ കോഎഫിഷ്യന്റ് എത്രയാണ്? 1 ആണ്. അപ്പോൾ 1 കൊണ്ട് ഈ കംപ്ലീറ്റ് ഇക്വേഷൻ, രണ്ടാമത്തെ ഇക്വേഷൻ കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, മൂന്നാമത്തെ ഇക്വേഷനിൽ എക്സിന്റെ കോഎഫിഷ്യന്റ് 5 ആണ്. അപ്പോൾ കംപ്ലീറ്റ് ഇക്വേഷൻ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, അങ്ങനെ ഓരോ ഇക്വേഷനും അൺനോണിന്റെ കോഎഫിഷ്യന്റ് കൊണ്ടാണ് ആ ഇക്വേഷൻ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? ഫസ്റ്റ് ഇക്വേഷൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടുന്നത് 9x plus 9y minus 3z minus 12 is equal to z is equal to 0 എന്ന് കിട്ടും. ഓക്കെ, രണ്ടാമത്തെ ഇക്വേഷനിൽ എക്സിന്റെ കോഎഫിഷ്യന്റ് 1 ആയിരുന്നു അല്ലെ, മൾട്ടിപ്ലൈ ചെയ്യുന്നിടത്ത് ചേഞ്ചസ് ഒന്നുമില്ല. എക്സ് പ്ലസ് 2y പ്ലസ് 2z മൈനസ് 6 is equal to 0. മൂന്നാമത്തെ ഇക്വേഷനിൽ എക്സിന്റെ കോഎഫിഷ്യന്റ് 5 ആയിരുന്നു അല്ലെ, അങ്ങനെയാണെങ്കിൽ ഓരോ ടേമിനെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 25x പ്ലസ് 5y പ്ലസ് 20z മൈനസ് 105 is equal to 0. അപ്പോൾ 3 ഇക്വേഷൻസ് നമ്മൾ അതിന്റെ കോഎഫിഷ്യന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി 3 ഇക്വേഷൻസും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നോർമൽ ഇക്വേഷൻ ഫോർ എക്സ് കിട്ടുക. അപ്പോൾ നമുക്ക് ആഡ് ചെയ്യാം. റൈറ്റ് സൈഡ് എന്ന റൈറ്റ് ഹാൻഡ് സൈഡ് 0 ആണ്. ഓക്കെ, ഇനി ഇതിൽ ഓരോ ടേംസ് ആഡ് ചെയ്യുക. എക്സ് വരുന്ന ടേംസ് എല്ലാം ആഡ് ചെയ്യുക. ഓക്കെ, വൈ വരുന്ന ടേംസ് എല്ലാം ആഡ് ചെയ്യുക, ഇസഡ് വരുന്ന ടേംസ് എല്ലാം ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 9x പ്ലസ് എക്സ് 10x പ്ലസ് 25x 35x. ഓക്കെ, അപ്പോൾ 35x അതുപോലെ പ്ലസ് 16y പ്ലസ് 25z. ഓക്കെ, ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാൻ നേരത്ത് അല്ലെ, മൈനസ് ആണ്, എല്ലാം കൂടെ ആഡ് ചെയ്യാൻ നേരത്ത് മൈനസ് 123. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ ഇത് ആഡ് ചെയ്യുന്നതെല്ലാം നമ്മൾ ഓൾറെഡി നമുക്ക് അറിയാവുന്നതുപോലെ നമ്മൾ അതേ കൺസെപ്റ്റ് തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഇവിടെ ഇപ്പോൾ എല്ലാം മൈനസ് ആണ് അല്ലേ, മൈനസും പ്ലസും വരുവാണെങ്കിൽ നമ്മൾ ആ ഒരു രീതിയിൽ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നോർമൽ ഇക്വേഷൻ ഫോർ എക്സ് ആണ് ഫോം ചെയ്തത്. ഓക്കെ, മനസ്സിലായില്ലേ? സിമ്പിൾ സ്റ്റെപ്പാണ്. ഏത് ഇക്വേഷൻ ആണോ, ഏത് അൺനോൺ ആണോ കൺസിഡർ ചെയ്യുന്നത്, ആ അൺനോണിന്റെ കോഎഫിഷ്യന്റ് ആദ്യം നോട്ട് ചെയ്യും. ആ കോഎഫിഷ്യന്റ് കൊണ്ട് ആ ഇക്വേഷൻസ് എല്ലാം മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ് കിട്ടി. ഇതേപോലെയാണ് വൈയും ഇസഡും കണ്ടുപിടിക്കുക. ഇനി നോക്കാം രണ്ടാമത്തെ വൈ. നോർമൽ ഇക്വേഷൻ ഫോർ വൈ ആണ് ഇനി കണ്ടുപിടിക്കുന്നത്. ഫസ്റ്റ് ടൈമിൽ കോഎഫിഷ്യന്റ് 3, രണ്ടാമത്തേൽ 2, മൂന്നാമത്തേൽ 1. അപ്പോൾ നമ്മൾ ഓരോ ഇക്വേഷനും 3 കൊണ്ട് ഫസ്റ്റ് ഇക്വേഷൻ മൾട്ടിപ്ലൈ ചെയ്യുക, രണ്ടാമത്തെ ഇക്വേഷൻ കംപ്ലീറ്റ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, മൂന്നാമത്തെ ഇക്വേഷൻ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക.
എന്നിട്ട് എല്ലാം ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതാ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, എല്ലാം കൂടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നോർമൽ ഇക്വേഷൻ ഫോർ y കിട്ടുന്നു. 16x plus 14y plus 11z minus 45 is equal to 0. ഓക്കെ, ഇനി അടുത്ത ഇസഡിന്റെ കേസ് നോക്കാം. ഇസഡ് എങ്ങനെയാണ് വരുന്നത്? ഇസഡ് ഫസ്റ്റ് ഇക്വേഷനിൽ 1 ആണ്, സെക്കൻഡ് ഇക്വേഷനിൽ കോഎഫിഷ്യന്റ് 2 ആണ്, തേർഡ് ഇക്വേഷനിൽ 4 ആണ്. അപ്പോൾ ഓരോ ഇക്വേഷനിൽ ഫസ്റ്റ് ഇക്വേഷനിൽ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, സെക്കൻഡ് ഇക്വേഷനിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, തേർഡ് ഇക്വേഷനിൽ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇതാ ഓരോ ഇക്വേഷനിലും അതിൻ്റെ കോഎഫിഷ്യന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയ ഇക്വേഷൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. അത് ആഡ് ചെയ്യും. ഓക്കെ, ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? നോർമൽ ഇക്വേഷൻ ഫോർ ഇസഡ് കിട്ടും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തില്ല അല്ലേ? ഹെൻസ് ദ നോർമൽ ഇക്വേഷൻസ് ഫോർ എക്സ്, വൈ ആൻഡ് ഇസഡ് ആർ നമ്മൾ ഒന്നും കൂടെ എടുത്തെഴുതിയിരിക്കുക. ഓക്കെ, ഇതാണ് എ പാർട്ട് എന്ന് പറഞ്ഞത്. ഓക്കെ, ഇവിടെ യൂണിറ്റ് വെയിറ്റ് ആണ്, അതായത് വെയിറ്റ് എന്ന് പറയുന്ന ഒരു ടേം വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ കോഎഫിഷ്യന്റ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എന്താണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തുവായിരുന്നു? നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ഒന്നാമത്തെ ഇക്വേഷന്റെ വെയിറ്റ് പറയുന്നുണ്ട് 2 അല്ലേ? രണ്ടാമത്തെ ഇക്വേഷന്റെ വെയിറ്റ് 3, മൂന്നാമത്തെ ഇക്വേഷന്റെ വെയിറ്റ് 1. അപ്പോൾ ഇനി വെയിറ്റ് കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. ബി പാർട്ട് ചെയ്യും. ബി പാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് നമ്മൾ ഏത് അൺനോൺ ആണോ കൺസിഡർ ചെയ്യുന്നത് ആ അൺനോണും ആ ഇക്വേഷന്റെ വെയിറ്റ്. ഓക്കെ, അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ആ ഒരു പ്രോഡക്റ്റ് കൊണ്ടാണ് ഓരോ ഇക്വേഷനും മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. കാര്യം ഓരോ ഇക്വേഷനിലും വെയിറ്റ് ഡിഫറെൻ്റ് ആണ്, ഓരോ ഇക്വേഷനിലെയും കോഎഫിഷ്യന്റും ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മാത്രമേ. ഇവിടെ നോക്കാം. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സ് അല്ലേ? എക്സിന്റെ നോർമൽ ഇക്വേഷൻ ആണ് ഫോം ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ഇക്വേഷനിൽ എക്സിന്റെ കോഎഫിഷ്യന്റ് എത്രയാണ്? 3. ഓക്കെ, ഒന്നാമത്തെ ഇക്വേഷനിൽ എക്സിന്റെ കോഎഫിഷ്യന്റ് 3 ആണ്. ഒന്നാമത്തെ ഇക്വേഷന്റെ എന്താണ്? വെയിറ്റ് 2 ആണ്. ഒന്നാമത്തെ ഇക്വേഷന്റെ ഫസ്റ്റ് ഇക്വേഷന്റെ വെയിറ്റ് 2 ആണ്, എക്സിന്റെ കോഎഫിഷ്യന്റ് 3 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം എക്സിന്റെ നോർമൽ ഇക്വേഷൻ ഫോം ചെയ്യാൻ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഫസ്റ്റ് ഇക്വേഷനിൽ നമുക്ക് 3 × 2. ഓക്കെ, 3 എന്ന് പറയുന്നത് അതിന്റെ കോഎഫിഷ്യന്റ്, 2 എന്ന് പറയുന്നത് ആ ഇക്വേഷന്റെ വെയിറ്റ്. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ 3 × 2 എന്ന് പറയുന്ന പ്രോഡക്റ്റ്, അതായത് 6 കൊണ്ടാണ് ഫസ്റ്റ് ഇക്വേഷൻ കംപ്ലീറ്റ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, 6 കൊണ്ട് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ? എക്സിന്റെ കോഎഫിഷ്യന്റ് 3 ആണ്, ആ ഇക്വേഷന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ 3 × 2 6 കൊണ്ടാണ് ഫസ്റ്റ് ഇക്വേഷൻ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, രണ്ടാമത്തെ ഇക്വേഷനിൽ നോക്കാം. ഒന്നുകൂടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. രണ്ടാമത്തെ ഇക്വേഷനിൽ എക്സിന്റെ കോഎഫിഷ്യന്റ് 1 ആണ് അല്ലേ? എക്സിന്റെ കോഎഫിഷ്യന്റ് 1 ആണ്. രണ്ടാമത്തെ ഇക്വേഷനിൽ വെയിറ്റ് 3 ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ 1 × 3, അതായത് 3 എന്ന് പറയുന്ന പ്രോഡക്റ്റ് കൊണ്ടാണ് രണ്ടാമത്തെ ഇക്വേഷൻ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്ത് കിട്ടും? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് 3x + 6y + 6z - 18 = 0. ഓക്കെ, ലാസ്റ്റ് ഇക്വേഷൻ എന്താണ്? ലാസ്റ്റ് ഇക്വേഷൻ വരുന്നത് 5x വരുന്ന ടേം ആണ്. അപ്പോൾ എക്സിന്റെ കോഎഫിഷ്യന്റ് 5 ആണ് അല്ലേ? തേർഡ് ഇക്വേഷന്റെ വെയിറ്റ് എത്രയാണ്? 1 ആണ് അല്ലേ? അപ്പോൾ 5 × 1 5 തന്നെയാണ്. അപ്പോൾ 5 കൊണ്ടാണ് മൂന്നാമത്തെ ഇക്വേഷൻ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 25x + 5y + 20z - 105 = 0. ഓക്കെ, എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഈ 3 ഇക്വേഷൻസ് ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നോർമൽ ഇക്വേഷൻ ഫോർ എക്സ് കിട്ടും. ഓക്കെ, ഇനി ഇതേപോലെയാണ് എന്താണ് അടുത്ത നോർമൽ ഇക്വേഷൻ ഫോർ y കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? വൈയുടെ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കുക. ഓക്കെ, വൈയുടെ കോഎഫിഷ്യന്റ് എത്രയാണ്? എന്താണ് ആദ്യത്തെ ഇക്വേഷനിൽ വൈയുടെ കോഎഫിഷ്യന്റ് 3. അപ്പോൾ വൈയുടെ കോഎഫിഷ്യന്റ് 3 ആണ്. ഫസ്റ്റ് ഇക്വേഷന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ 3 × 2 6 കൊണ്ടാണ് ഇക്വേഷൻ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. രണ്ടാമത്തെ ഇക്വേഷനിൽ എന്താണ്? വൈയുടെ കോഎഫിഷ്യന്റ് 2 ആണ്.
3 ആണ് ആ ഇക്വേഷന്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 2 × 3 6 കൊണ്ടാണ് ആ ഇക്വേഷൻ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, തേർഡ് ഇക്വേഷനിൽ വൈയുടെ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 തന്നെയാണ് അതിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ 1 × 1 1. അപ്പോൾ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഒരു മാറ്റമില്ല. അപ്പോൾ ഇങ്ങനെ ഇത് മൂന്നും ചെയ്യുന്നു, നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ കിട്ടുന്ന ഇക്വേഷൻ ആണ് നോർമൽ ഇക്വേഷൻ ഫോർ y എന്ന് പറഞ്ഞാൽ. ഓക്കെ, നെക്സ്റ്റ് ഇസഡിന്റെ കേസിൽ നമുക്ക് നോക്കാം എങ്ങനെയാണ്. ഫസ്റ്റ് ഇക്വേഷനിൽ ഇസഡിന്റെ കോഎഫിഷ്യന്റ് 1 ആണ്. ഫസ്റ്റ് ഇക്വേഷനിലെ വെയിറ്റ് 2 ആണ്. 1 × 2 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, രണ്ടാമത്തെ ഇക്വേഷനിൽ ഇസഡിന്റെ കോഎഫിഷ്യന്റ് 2 ആണ്, വെയിറ്റ് 3 ആണ് ഇക്വേഷന്റെ. അപ്പോൾ 3 × 2 6 കൊണ്ട് ആ ഇക്വേഷൻ കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, തേർഡ് കേസിൽ 4 ആണ് കോഎഫിഷ്യന്റ്. ഓക്കെ, 1 ആണ് വെയിറ്റ്, 4 × 1 4 കൊണ്ട് ആ ഇക്വേഷൻ കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഈ 3 ഇക്വേഷൻസ്. ആ 3 ഇക്വേഷൻസും കൺസിഡർ ചെയ്ത് ആ 3 ഇക്വേഷൻസോടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നോർമൽ ഇക്വേഷൻ ഫോർ Z കിട്ടും. ഓക്കെ, അപ്പോൾ 3 ഇക്വേഷൻസും 3 നോർമൽ ഇക്വേഷൻസും ഒന്നും കൂടി എടുത്ത് എഴുതിയേക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നോർമൽ ഇക്വേഷൻസ് ഫോം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ രണ്ടാമത് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അതായത് ഓരോ ഇക്വേഷനിലെയും അൺനോൺസ് ഡിഫറെൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഓരോ ഇക്വേഷൻ്റെയും വെയിറ്റും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അത് തെറ്റിപ്പോകാതെ നോക്കി എഴുതും. ഓക്കെ, അത് മാത്രമേ ഇവിടെ വരുന്നു, കുറച്ച് ശ്രദ്ധിക്കാനായിട്ട്. ബാക്കിയെല്ലാം സിമ്പിൾ സ്റ്റെപ്സ് ആണ്, മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നോർമൽ ഇക്വേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നോർമൽ ഇക്വേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. അത് വരുന്ന എങ്ങനെയാണ് നോർമൽ ഇക്വേഷൻ, ഓരോ അൺനോൺസിൻ്റെയും നോർമൽ ഇക്വേഷൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എല്ലാം നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക.